ദൈവവചനം പ്രിന്റ് ചെയ്ത ക്ലോത്ത് ബാഗുകൾ വിതരണം ചെയ്ത് ബെയ്ജിംഗ് രൂപത. ചൈനയിൽ ദൈവവിളികൾ വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായാണ് ലോക ദൈവവിളി ദിനത്തോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു സംരംഭത്തിന് രൂപത തുടക്കം കുറിച്ചത്. പൊതുവായ പ്രാർത്ഥനകൾക്കും മറ്റും നിയന്ത്രണമുള്ള രാജ്യത്ത് ദൈവവചനം എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നതിന് ഇത്തരം സംരംഭങ്ങൾ സഹായകരമാകുമെന്ന് ബിഷപ്പ് ജോസഫ് ലീഷാൻ പറഞ്ഞു. പ്രാരംഭഘട്ടത്തിൽ സെമിനാരി വിദ്യാർത്ഥികൾക്കാണ് ഇവ വിതരണം ചെയ്തിരിക്കുന്നത്. ക്ലോത്ത് ബാഗിനൊപ്പം ബൈബിൾ വചനങ്ങൾ ഉൾപ്പെടുത്തിയ ബുക്കിലെറ്റും നൽകുന്നുണ്ട്. ജീവിതത്തിലെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനും എല്ലാ സാഹചര്യങ്ങളിലും ദൈവവിളി പിന്തുടരാനും ദൈവവചനം ശക്തി നൽകുമെന്നും ബിഷപ്പ് പറഞ്ഞു. ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രൂപതാ പരിപാടികളിൽ പങ്കെടുക്കാൻ കുടുംബങ്ങളെ ഓർമ്മിപ്പിച്ച ബിഷപ്പ് കത്തോലിക്ക കുടുംബങ്ങൾ തങ്ങളുടെ മക്കൾ പൗരോഹിത്യത്തിലേക്കുള്ള പാത പിന്തുടരുന്നതിനുള്ള സാധ്യതകൾ തുറന്നു കാട്ടണമെന്നും ആഹ്വാനം ചെയ്തു. പ്രാർത്ഥനാ ദിനത്തിൽ മാമോദീസ സ്വീകരിച്ചവർക്കും അല്ലാത്തവർക്കും സെമിനാരി സന്ദർശിക്കാൻ അവസരമുണ്ടാകും. തങ്ങളുടെ പൗരോഹിത്യ വിളിയെക്കുറിച്ച് സാക്ഷ്യം വഹിക്കാൻ രൂപതകൾ വൈദികരെയും സെമിനാരിക്കാരെയും ഇടവകകളിലേക്ക് അയക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 11 ഷാൻസി പ്രവിശ്യയിലെ ഡാറ്റോങ് രൂപതയിൽ 2 നവവൈദികർ അഭിഷിക്തരായിരുന്നു. സിയാൻ അതിരൂപതയിൽ 13 വൈദികർ തങ്ങളുടെ പൗരോഹിത്യ രജത ജൂബിലി ഒരുമിച്ച് ആഘോഷിച്ചതും ശ്രദ്ധേയമായി. പരിശുദ്ധ കന്യാമറിയവും ഔസേപിതാവും പ്രത്യക്ഷപ്പെട്ട നോക്കിലേക്കുള്ള തീർത്ഥാടനത്തിൽ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പങ്കെടുക്കും. അയർലൻഡ് സിറോ മലബാർ സഭയുടെ ഈ വർഷത്തെ നാഷണൽ നോക്ക് തീർത്ഥാടനം മെയ് 11 നടക്കും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന നോക്ക് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിലെയും നോർത്തേൺ അയർലൻഡിലെയും സിറോ മലബാർ വിശ്വാസികൾ ഒത്തുചേരും. അയർലൻഡിലെ സിറോ മലബാർ സഭയുടെ 37 വിശുദ്ധ കുർബാന സെന്ററുകളിലും മരിയൻ തീർത്ഥാടനത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഈ വർഷത്തെ നോക്ക് തീർത്ഥാടനത്തിന് മുഖ്യ കാർമ്മികനായിരിക്കും. 50 ലക്ഷം രൂപയുടെ പിതൃസ്വത്ത് വലിയ കുടുംബങ്ങളുടെ സംരക്ഷണത്തിനായി മാറ്റിവെച്ച് ആർച്ച് ബിഷപ്പ് മാർ പെരുന്തോട്ടം. ചങ്ങനാശ്ശേരി അതിരൂപത ഫാമിലി അപ്പസ്തോലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആർച്ച് ബിഷപ്സ് ഹൗസിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഹോളി ഫാമിലി ഫ്രട്ടേണിറ്റി എന്ന വലിയ കുടുംബങ്ങളുടെ സംഗമവേളയിലാണ് അറിയിപ്പുണ്ടായത്. അതിരൂപത ഫാമിലി അപ്പോസ്തോലേറ്റ് കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരത്തിലാണ് മാർ പെരുന്തോട്ടത്തിന്റെ ആഗ്രഹം യോഗത്തിൽ അറിയിച്ചത്. നല്ല ഇടയനായ യേശുവിനോട് അനുരൂപരാകുന്നതിനുള്ള പ്രക്രിയയിൽ വൈദികാർത്ഥികൾ ആത്മീയ ജീവിതം, പഠനം, സമൂഹ ജീവിതം, അപ്പസ്തോലിക പ്രവർത്തനം എന്നീ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ. സ്പെയിനിലെ സെവില്ലയിലെ റദം ദോറീസ് മാത്തേർ അതിരൂപത സെമിനാരിയിൽ നിന്ന് അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഹോസെ ആഞ്ചൽ സായിസ് മെനേസേസിന്റെ നേതൃത്വത്തിലെത്തിയ വൈദികാർത്ഥികളും വൈദിക പരിശീലകരും ഉൾപ്പെടെയുള്ള 40ഓളം പേരുടെ സംഘത്തെ വത്തിക്കാനിൽ സ്വീകരിച്ച് സംബോധന ചെയ്യുകയായിരുന്നു പാപ്പ. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.